അലീനയും മനുവിൻ്റെ വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ആൻസിയും അവതുകുട്ടിയപ്പച്ചനും തമ്മിൽ ഭയങ്കര വഴക്ക് നടന്നതാണല്ലോ. അതായത് അവൾക്ക് വേണ്ടി വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും പറ്റത്തില്ല, വേണേ വിളമ്പി കഴിച്ചോട്ടെ, വെച്ചിട്ടുണ്ട്, അപ്പച്ചന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം എന്നുള്ള രീതിയിൽ മറ്റിലെല്ലാം പറഞ്ഞ് ഭയങ്കര രീതിയിൽ കയർത്തിട്ട് നിൽക്കുകയാണ്. നിൻ്റെ ചോറ് ആരൊക്കെ വേണോടി, ഞാൻ അവൾക്ക് എൻ്റെ ലാലിച്ചൻ്റെ മോക്ക് ഞാൻ പുറത്ത് പോയി മേടിച്ച് കൊടുത്തോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പറയാം, ആര് പറഞ്ഞ് മേടിക്കും, കൊണ്ടുപോകണ്ട, നിങ്ങൾ കൊണ്ടു കൊടുക്കുമോ? കാരണം ഞാൻ അതായത് കൊളുത്തൂർ മാത്രം അവിടെ കൊണ്ട് നടന്നപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു നടന്നണ്ട ലാലിച്ചൻ്റെ മോളാന്ന്. ഭയങ്കര കേമമല്ല കണ്ട ജാരസന്തതികളൊക്കെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവരെല്ലാം നല്ല ചെണ്ടമേളം കൊണ്ട് സ്വീകരിക്കും നിങ്ങളെയും നിങ്ങളുടെ കൊച്ചുമകളെയൊക്കെ. നിങ്ങൾ കൊണ്ടു നടക്കുക, ആരും കൊണ്ട് നടക്കണ്ട എന്ന് പറഞ്ഞു. ഉടനെ റോബിച്ച് പറയും, എടി മിണ്ടാതിരിക്കടി എന്ന് പറയുക. ഉടനെ ഞാൻ എന്നാ മിണ്ടാതിരിക്കാൻ വേണ്ടി അവതക്കുട്ടീനെയും ലാലിച്ചിനെ എല്ലാം പേടിക്കുന്ന ആൾക്കാരൊക്കെ കാണും, അതുകൊണ്ട് ആരും ഒന്നും മിണ്ടത്തില്ല. പക്ഷേ മാന്യമര്യാദയായിട്ട് കഴിയുന്ന ഞങ്ങളിവിടെ ഉണ്ട്, കുറച്ച് പേരുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇച്ചിരി കുറച്ചിലായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് പറയാം, ഞാനിതൊന്നും വിളമ്പി തരുമൊന്നും ചെയ്തില്ല, അപ്പച്ചന് വേണം വിളമ്പിത്തരാം, അപ്പച്ചന് വേണമെന്നുണ്ട്, നിൻ്റെ ചോറൊന്നും വേണ്ടടി എന്ന് പറഞ്ഞൊരു പോവാണ്. അപ്പം അതായത് അവിടെ ആൻസിയും റോബിച്ചിനെല്ലാം കൈ കേട്ട് അവരവരുടെ റൂമിലേക്ക് പോവാണ്. ആ സമയത്ത് മാടി മോളെ നീ ഇന്നലെ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവതക്കുട്ടി കൈ പിടിക്കുകയാണ് നമ്മുടെ അലീനയുടെ. അപ്പോഴത്തെ അലീന പറയണേ, അപ്പച്ച അവിടെ നിന്നേ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നതെന്ന് പറഞ്ഞ് ആ കസേര വലിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ട് നേരെ അടുക്കളയിൽ കയറുകയാണ്. അടുക്കളയിൽ കയറിയിട്ട് എല്ലാം നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് അതായത് സ്റ്റോർ റൂം, കിച്ചൺ, അതുപോലെ വർക്ക് ഏരിയ ഇതെല്ലാം അലങ്കോലമായിട്ട് കിടക്കുക. അതായത് ഒരു വേസ്റ്റ് ബോട്ടിൽ എങ്ങനെയാണോ അതുപോലെ കിടക്കുന്നത്, ആ വേസ്റ്റ് ഏരിയ കിടക്കുന്ന അതുപോലെ കിടക്കുവാണ്. അത് കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് വന്നിട്ട്, അപ്പച്ച ഇത് എങ്ങനെ ഇത് സാധിക്കുന്നു, അപ്പച്ച ഇത് എങ്ങനെ ആഹാരം കഴിക്കുന്നു, അപ്പച്ച ഇതൊന്നും കണ്ടിട്ട് ഇത് കാണാൻ ആരും കയറത്തില്ല, ഇത് കണ്ടു കഴിഞ്ഞ് ആൻസി ആൻറ്റിനെ എല്ലാവരും വഴക്ക് പറയുമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പറയാം, എന്നാ ചെയ്യാനാ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അവൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇട്ടേക്കുന്നത് അങ്ങനെയാണെന്ന് പറയുന്നത്. പിന്നെ ഒന്ന് നോക്കി അലീന ഒന്നും കൂടി ചെന്നിട്ട് അകത്ത് കയറി കുറച്ച് ചോറും കറികളും, അതായത് മീൻ പൊരിച്ചതും തോരനും അച്ചാറും ഒക്കെ ചോറൊക്കെ ഉള്ളത് എടുത്തുകൊണ്ട് വന്നിട്ട് വിളമ്പി കൊടുക്കുമ്പോഴത്തേക്ക് അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ലല്ലേ, നിനക്ക് ഒരു ഉളുപ്പില്ലല്ലേ, നാണമില്ലേ, കാരണം അവൾ വെച്ചത് പിന്നെ എടുത്ത് കഴിക്കേണ്ട കാര്യം നമുക്കുണ്ടോ മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയാം, അപ്പച്ച 10-23 വർഷം അപ്പനും അമ്മയും ആരും ഇല്ലാതെ നടന്നതിൻ്റെ അത്രയും വിഷമവും ജാളിതയും ഉളുപ്പും ഒന്നും നാണക്കേടൊന്നും എനിക്ക് ഇതുവരെ വേറെ ഒരു കാര്യത്തിനും തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവതക്കുട്ടിയുടെ നാവ് അടച്ചു പോയില്ല. നീ എന്തെങ്കിലും ചെയ്യ് എന്ന് പറയുമ്പോഴത്തേക്ക് ചോറെല്ലാം വിളമ്പി കൊടുത്തിട്ട് അവതക്കുട്ടീനെ കൂടെ ചെന്നിട്ട് റൂമിൽ കിടത്തുക. അപ്പച്ച ഒന്ന് കിടക്ക്, ഞാനിപ്പോൾ വരാൻ തരാം, നീ എവിടെ പോകാൻ നീ വല്ല എവിടെ പോയി കിടക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് കഴിച്ചതല്ലേ നീ കൂടെ കിടക്കുന്ന പറയാം, എവിടെയും പോയി കിടക്കുന്ന പറയുമ്പോഴത്തേക്കും ഇല്ല പക്ഷേ ഇച്ചിരി പണിയുണ്ടെന്ന് പറയുന്നത്. അതിനിപ്പോൾ നീ അവൾ ചെയ്തതിൻ്റെ ആയിട്ടുള്ള അതെല്ലാം കയറി വൃത്തിയാക്കാൻ നിൽക്കുമല്ലേ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ മോളെ, നിനക്ക് നിൻ്റെതായിട്ടൊരു രീതിയിൽ ജീവിക്ക് എന്ന് പറയുകയാണ്. ഉടനെ അപ്പച്ചൻ പറഞ്ഞ് കേട്ടോടനെ എന്തെങ്കിലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അപ്പച്ചനെ കിടത്തിയിട്ട് നേരെ പോവാണ്. ചെന്ന് ചൂലും ബക്കറ്റും വെള്ളവും സോപ്പ് പൊടി എല്ലാം എടുത്ത് ഓരോന്ന് വൃത്തിയാക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതേ സമയത്ത് നമ്മുടെ റോബിച്ചിനും ആൻസിയും കട്ടിലേക്ക് കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളും നിങ്ങളുടെ ചേട്ടനന്മാരെല്ലാം കാണിക്കുന്ന തോന്നിവാസത്തിനെല്ലാം കൂട്ടു നിൽക്കാൻ വേണ്ടി എൻ്റെ കുടുംബത്തെ വിളിക്കരുത്, കാരണം ഞങ്ങൾ അത്രക്കാരല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നീ എന്താണ് ഈ പറയുന്നത്, ലാലിച്ചൻ്റെ കൊച്ചു വന്നിട്ട് ഇപ്പം അവളിപ്പോൾ ഇവിടെ വന്നെന്ന് പറഞ്ഞ് എന്നാ പറ്റുന്നത്, 2-3 ദിവസം കഴിഞ്ഞ് പോകും, അതിനിപ്പം നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കാരണം നിങ്ങൾ ചേട്ടനന്മാർ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ മാതിരി തോന്നിവാസം ഒന്നും നിങ്ങളുടെ ചേട്ടൻ കൊണ്ട് നടക്കത്തില്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് എടി ആവശ്യമില്ലാതെ അവളുടെ മുമ്പേ അപ്പച്ചന് മുമ്പേ ഒന്നും പറയാതെ, കാരണം അപ്പച്ചൻ തണ്ട് 1 ഏക്കർ സ്ഥലവും വീടൊക്കെ ലാലിച്ചിന് എഴുതി കൊടുക്കും. ഒന്നാമതെ ഇപ്പം അപ്പച്ചൻ ഇപ്പം അങ്ങോട്ടാണ് കണ്ണ്, കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ വരുന്നുമില്ല, സംസാരിക്കുന്നില്ല, ഇടപെടുന്നില്ല, അപ്പച്ചൻ എപ്പോഴും അപ്പം അങ്ങോട്ടാണ്. അതെ അവളവിടെ നിൽക്കുന്നതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതെ എന്താണെങ്കിലും അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാനുള്ളതല്ലേ ഉള്ളൂ ഇവിടുത്തെ സ്വത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാ സ്വത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ കയറി വീട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ കയറി താമസിക്കാമല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് നടക്കുക, നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തറവാട് നഷ്ടപ്പെടും, പിന്നെ ഉള്ള ബന്ധുജനങ്ങൾ നമ്മളെ വിട്ടുപോകും എന്ന് പറയുകയാണ്. അല്ലെങ്കിലും എനിക്കിവിടെ ആരും കയറി വരുന്ന ഇഷ്ടമല്ല, കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നീ ഒന്ന് മിണ്ടാതിരിക്കും, ഇതൊരു കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോഴത്തേക്ക് ആരെങ്കിലും കയറി വന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, അതൊക്കെ കുടുംബത്തിൽ കയറി വരുന്ന പെണ്ണുങ്ങൾ ചെയ്യേണ്ടതാണ്, നീ അതൊന്നും മനസ്സിലാക്കാത്ത എന്താ ആൻസി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോവാണ്.
അപ്പം നോക്കുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഡൈനിങ് റൂമിൽ ചെന്ന്, അതായത് ഊണുമുറിയും വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒരു ഒച്ചപ്പാട്, അതായത് തട്ടും മുട്ടും പാത്രത്തിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അടുക്കളയിൽ ചെന്ന് ആ അടുക്കള വാതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ഒരു വാതിലിങ്ങനെ ചാരിയിട്ടേക്കാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അലീന അന്ന് വെള്ളമൊക്കെ ഒഴിച്ച് സിങ്കും മറ്റേ ടൈലും താഴത്തെ മാർബിളും എല്ലാം ഇട്ട് കഴുകിക്കൊണ്ടിരിക്കുക. ഉടനെ ഇത് അലീന റോബിച്ചൻ വന്ന് നിൽക്കുന്ന കണ്ടു. ഉടനെ ചോദിക്കുന്നുണ്ട്, അങ്കിളെ അവിടെ തന്നെ നിൽക്കാതെ എന്താ കയറി വന്നേ, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ കയറി വന്നിട്ട് അതായത് തിരിച്ച് പോകാൻ പറ്റാത്ത രീതി സ്റ്റക്കായി നിന്ന് അപ്പം ഇവിടെ കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മുമ്പോട്ട് തന്നെ വന്നിട്ട് ഗൗരവഭാവത്തിൽ ചോദിക്കുക, എന്താ കാര്യം എന്താ ചോദിക്കുക. അങ്കിളെ എനിക്ക് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ഒന്ന് പിടിച്ചു തരണം, ഒന്ന് പിടിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി അതൊന്ന് വൃത്തിയാക്കാൻ എങ്ങനെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞിട്ട് നേരെ ഒരു സൈഡിൽ റോബിച്ചൻ പിടിക്കണം. പറഞ്ഞാൽ റോബിച്ചൻ പിടിച്ചിട്ട് റോബിച്ചൻ മറ്റേ സൈഡിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആ സൈഡ് പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറഞ്ഞ പിന്നെ എനിക്ക് നല്ല ബലമല്ല എന്ന് പറഞ്ഞ് കൈയൊക്കെ കാണിച്ചിട്ട് കണ്ടോ മസിൽ കണ്ടോ നമ്മൾ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ചേർന്നത് പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മാറ്റി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അതായത് പാറ്റ എലിയെല്ലാം കൂടി വെച്ചേക്കുന്നുണ്ട്, അതുപോലെ അഴുക്കുകൾ, അതായത് ഇത് വാഷ് ബേസിനൊക്കെ മാറ്റി വാഷ് ബേസില്ല ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ കറ പിടിച്ചിരിക്കുന്നത്, അതായത് കുറേ നാളായിട്ട് ഇരുന്നിട്ട് അതൊന്ന് മാറ്റി ക്ലീൻ ചെയ്യാത്തതിൻ്റെ ആയിട്ടുള്ള കറകളൊക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്ത് വെള്ളം ഒഴിച്ചും ഓയിലൊഴിച്ചും എല്ലാം ഇത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പറയാം അങ്ങളെ പോകാൻ വരട്ടെ, അല്ല പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് അങ്ങളെ പോകുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇനി എന്താണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങളെ ഈ സ്ലാബിൻ്റെ മേലെ കയറിയിട്ടൊന്ന് ബെർത്തയിലൊന്ന് ഈ താഴെ കിടക്കുന്ന കുപ്പികളൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് മടി കൂടാതെ തന്നെ റൂബിച്ചൻ കയറി നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു കുപ്പി എടുത്ത് കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, അങ്ങളെ ഇതൊക്കെ എന്തിനാ ഇത്രയും ഇങ്ങനെ കുപ്പി ബാറ് വല്ലതും നടത്തുന്നുണ്ട്? ബാറ് നടത്തുന്നതിൻ്റെ അല്ല, ആൾക്കാർ വരുമ്പോൾ നമ്മളെ സൽക്കരിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുകയാണ്. അലീന പറയണേ, അതെ വിഷം കൊടുത്തിട്ടാണല്ലേ സൽക്കാരമൊക്കെ അല്ലേ എന്ന് പറയാം. കൊടുക്കുക മാത്രമല്ല അത് കുടിക്കുകയും ചെയ്യണം അല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞുകൊണ്ട് എല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്ക് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് പറയാം, അങ്ങള് പൊക്കോ ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. പിന്നെ റോബിച്ചൻ പോയി കഴിഞ്ഞ് പിന്നെ ബാക്കിയെല്ലാം അത് സ്ലാബും വാഷ് ബേസിനും അതുപോലുള്ള സ്റ്റൗവും അതെല്ലാം ക്ലീനാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അലീന നമ്മുടെ ഷെറിനെ കാണാൻ പോകുന്നു. ഷെറിനെ ഇതിനിടയ്ക്ക് 2 വട്ടം കാണുന്നത്. 2ാമത്തെ വട്ടം കാണാൻ പോകുമ്പോഴത്തേക്ക് ആദ്യം എഴുന്നേറ്റില്ലായിരുന്നു. അതായത് ആ ഡോസ് കൊടുത്ത് ഉച്ചയ്ക്ക് 1 മണിക്ക് 2 മണിക്ക് ഫുഡ് കഴിക്കേണ്ടതല്ലേ. അപ്പം ഈ ഡോസ് കൊടുത്ത് കൂടിയായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ട് കിടന്ന് മയക്കത്തിലായിരുന്നു. 2ാമത്തെ വട്ടം എഴുന്നേറ്റിരുന്നുകൊണ്ട് ഒരു 3:30 ആ സമയത്ത്. അപ്പം പോയി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി ചോറ് കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ശരിയെന്ന് പറഞ്ഞ് ഇരിക്കുക. അപ്പം കൈ പിടിച്ചുകൊണ്ട് നേരെ കൈയൊക്കെ നല്ല തണുത്തിട്ടുണ്ട്. കാരണം അതുപോലെ രീതിയിലുള്ള തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ കൈ പിടിച്ച് നേരെ കൊണ്ടുവന്ന് ഊണുമുറിയിൽ ഇരുത്തിയിട്ട് ചോറ് വിളമ്പി കൊടുക്കുകയാണ്. കൊടുത്ത് കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ ആൻസി എഴുന്നേറ്റ് നേരെ അടുക്കള ചെല്ലുമ്പോഴത്തേക്ക് ഞെട്ടിപ്പോകുന്നൊരവസ്ഥയാണ് കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഫുൾ ക്ലീൻ, അതായത് സ്റ്റോർ റൂം, കിച്ചൺ, പിന്നെ വർക്ക് ഏരിയ, സ്ലാബ്, തറ, സ്റ്റൗ ഇതെല്ലാം ക്ലീനാക്കി, അതായത് ഈ ജാറും അതായത് അച്ചാർ കുപ്പികൾ കാര്യങ്ങളെല്ലാം വെക്കുന്നതായിട്ടുള്ള എല്ലാ സാമഗ്രികളും എല്ലാം ടേബിളും എല്ലാം വൃത്തിയാക്കിയിട്ടേക്കാണ്. ഉടനെ റോബിച്ചും പുറകെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ടോടി കണ്ട പെണ്ണുങ്ങൾ കയറി വന്നപ്പോഴത്തേക്ക് കുടുംബം കിടക്കുന്ന കിടപ്പുണ്ടോ, ക്ലീനാക്കിയത് കണ്ടോ, നീ ഇരിക്കുന്ന പോലെയാണ് അതിരിക്കുന്നതെന്ന് ചോദിക്കണം. അതെ തിന്ന ചോറിന് നന്ദി കാണിച്ചതാ, പിന്നെ നിന്ന ചോറാണ്, അല്ലെങ്കിൽ നീ ഇപ്പം അവളെ പടിയടിച്ച് പെണ്ണം വെക്കുമല്ലോ, നീ അവളിപ്പോൾ ഈ പണിയൊക്കെ ചെയ്തില്ലെങ്കിൽ നീ പടിയടിച്ച് പെണ്ണം വെച്ച് കളെ ഓടിയെന്ന് ചോദിക്കുക. അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഉടനെ നമ്മുടെ ആൻസിയുടെ അമ്മ വരികയാണ്. ആൻസിയുടെ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒന്ന് കണ്ണുമ്പോൾ തന്നെ ഞെട്ടിപ്പോകുന്നൊരവസ്ഥയാണ്. അത് ഞെട്ടിപ്പോൾ ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട്, അവൾ അടുക്കളയും കൈവശപ്പെടുത്തിയോ, അടുക്കളയുടെ അധികാരം എടുത്തോ കൈവശപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് റോബിച്ചൻ പറയാം, പിന്നെ ലാലിച്ചൻ്റെ അമ്മക്ക് ഇവിടുത്തെ അടുക്കള ക്ലീനാക്കിയിട്ട് വേണ്ടേ അവൾക്ക് ചിലവ് കഴിയാൻ വേണ്ടി നിങ്ങൾ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു നീരസത്തോടെ വിഷമത്തോടെ ദേഷ്യത്തോടെയൊക്കെ പറഞ്ഞിട്ട് ഒറ്റ ഇറങ്ങണം. ഉടനെ 2 പേരും നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസി അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആശ്ചര്യത്തിൽ, കാരണം നമ്മൾ ഇത്ര നാൾ ഇങ്ങനെ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ നിൽക്കുകയാണ്. അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷെറിന് ഫുഡ് വിളമ്പി കൊടുത്ത് കുറച്ച് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് തോളത്ത് തട്ടിയിട്ട് പറയും, ആൻറ്റി കഴിക്കി, നമുക്ക് മരുന്ന് കഴിക്കേണ്ട, ആൻറ്റിയുടെ വിഷം എന്താണെങ്കിലും തീർക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് വിതുമ്പുന്നുണ്ട്. അതായത്
കണ്ണിൽ നല്ല കണ്ണുനീര് വരാനും മുഖത്തല്ല അതുപോലെ ഭാവം വരുവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരമ്മയുടെ മകൾ നഷ്ടപ്പെടുത്തുന്ന അമ്മയുടേതായിട്ടുള്ള ഒരു വിതുമ്പൽ, അതായത് ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞു നിന്നിട്ട് ആ വിതുമ്പൽ തൻ്റെ കൺമുൻപിൽ കൂടെ കടന്നു പോവാണ്. അപ്പം അവൾ അലീന ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് അലീന റൂമിലിങ്ങനെ ഇരിക്കുകയാണ്. അതിലിരിക്കുമ്പോഴത്തേക്ക് രണ്ട് പിള്ളേർ ചാടി ഓടി വന്ന് നേരെ നമ്മുടെ സിറ്റോട്ടിരിക്കണം. അപ്പച്ച എന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ റോബിച്ചിൻ്റെ 2 മക്കളാണ്. ഒരു 7 വയസ്സുള്ളൊരു ആൺകൊച്ചും 9 വയസ്സുള്ളൊരു പെൺകൊച്ചും കയറി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നുകൊണ്ട് അപ്പച്ച എന്ന് വിളിച്ച് ഭയങ്കര സന്തോഷത്തോടെ തന്നെ എൻ്റെ മക്കൾ വന്നോ എന്നുള്ള രീതിയിൽ ചോദിച്ച്. അപ്പോൾ അവർ അപ്പച്ചനും മക്കളും കൊച്ചുമക്കളും ഭയങ്കര ചിരിയും കളിയും ഉണ്ട്. അപ്പോൾ നമ്മുടെ അലീന അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് സിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു സോഫയിലിരിക്കുകയാണ്. എന്നിട്ട് കൊച്ചുമക്കളുടേതായിട്ടുള്ള കളിയും ചിരി, അതായത് അപ്പച്ചനെ പിടിച്ച് തല പിടിച്ച് ആട്ടുന്നു, ഇവിടുത്തെ വീശി പിടിച്ച് തിരിക്കുന്നു, കോളറൊക്കെ ഡ്രസ്സ് ബട്ടനെ കൂരുന്ന്, അങ്ങനെ കുറേ പരിപാടി മക്കളും കൊച്ചുമക്കളും വലിയപ്പനും തമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അതിലൊരാൾ നമ്മുടെ ചെറുക്കൻ ചോദിക്കുന്നുണ്ട്, ഇതാരാ അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ആൻറ്റിയോ? അതെ, നിങ്ങളുടെ ആൻറ്റി, ഇന്ന് പോലെ നിങ്ങളുടെ ആൻറ്റിയാണ്, പോയി പരിചയപ്പെടുക എന്നൊക്കെ പറയണം. അപ്പോൾ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ആൻറ്റി വിശേഷം, അല്ല എന്താ ആൻറ്റി എൻ്റെ പേരെന്ന് ചോദിക്കുക. എൻ്റെ പേര് അലീന. അപ്പം മോളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് ദിയ റോബർട്ട്. നല്ല പേരാണല്ലോ, സുന്ദരിക്കുട്ടിയുടെ പേര് നല്ല പേരാണല്ലോ എന്ന് പറയുമ്പോൾ, ആൻറ്റി എൻ്റെ പേര് അറിയണ്ടേ എന്നുള്ള രീതിയിൽ ചെറുക്കൻ ചോദിക്കും. അത് പറയണം, ജോൺ പോൾ റോബർട്ട്. അടിപൊളി പേരാണല്ലോ. ഇത് മറ്റേ നമ്മുടെ ജർമ്മനിയിലെ ഒക്കെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ടുള്ള ഒരു പേരാണല്ലോ വരുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അടിപൊളി പേരാണ്. അപ്പോൾ എൻ്റെ പേര് നല്ലല്ലോ, പിന്നെ മോളുടെ പേര് നല്ല പേരാണ്, ആൻറ്റിൻ്റെ പേരിനെക്കാട്ടും എൻ്റെ പേരിനെക്കാട്ടും നല്ല പേര്, എൻ്റെ പേര് എന്തിനു കൊള്ളാം, മോളുടെ പേരില്ല സൂപ്പർ പേര് എന്നൊക്കെ പറയണം. എന്നിട്ട് പിടിച്ചിരുത്തി ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇടത് കയ്യിൽ പടി കയറി ഇടത് കയ്യിൽ നമ്മുടെ ആ പെങ്കൊച്ചിരിക്കുന്ന വലത് കാൽമുട്ടയിൽ ആ റോബിച്ചിൻ്റെ ഇളയ മോഹൻ ഇരുന്നിട്ട് കാലെല്ലാം അങ്ങോട്ടും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിച്ചിട്ട് നിൽക്കണം. ഉടനെ ആൻസി വരുവാണ്. ആൻസി വരുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഡ്രസ്സൊന്നും മാറണ്ടേ, നിങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ട പിള്ളേരെന്ന് പറഞ്ഞാൽ, പിന്നെ വേണം എന്ന് പറയുമ്പോഴത്തേക്കാണ്, എന്നാൽ പിന്നെ അവിടെ ഇരുന്നാൽ മതിയോ എന്ന് പറഞ്ഞ്. അതായത് ഇവളുടെ കൂടെ ഇരിക്കുന്നത് അത്ര ചെറുതായിട്ട് പിടിച്ചില്ല, പക്ഷെ എന്നാലും പറയാൻ മടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് പറയുകയാണ്. എന്നിട്ട് ആൻസി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് 2 പിള്ളേരെ എടുത്തുകൊണ്ട് വന്നു, വാഷ് ബേസിലെ കൈയൊക്കെ കഴുകി, എന്നിട്ട് ഹോർലിക്സും പാലിലൊക്കെ മുക്കി ചേർത്തിട്ട് ഇവർക്ക് കൊടുക്കുകയാണ്, പിള്ളേർക്ക് കൊടുക്കുകയാണ്. നമ്മുടെ അലീന. ഇപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് അവരെ ഇരുത്തി പെട്ടെന്ന് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും സഹായിക്കണോ എന്നുള്ള രീതിയിൽ നേരെ വന്ന് പണി ഏറ്റെടുക്കുക, നമ്മുടെ അടുക്കളയിൽ വന്ന് പണി ഏറ്റെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഔസേപ്പും മറിയക്കുട്ടി ചോദിക്കുന്നുണ്ട്, ആൻസി ചോദിക്കുന്നുണ്ട്, വൈകിട്ട് ഔസേപ്പും നമ്മുടെ ആൽബിയൊക്കെ വരുന്നുണ്ടല്ലോ, എങ്ങനെയാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അലിന് പറയുന്നുണ്ട്, 10 പേരിൽ കൂടുതലൊന്നും കാണത്തില്ലല്ലോ, നമുക്കത് ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവർ രണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് വീണിട്ട് നമ്മുടെ ഓടിച്ചില്ല റെനിക്കുട്ടൻ വീണെന്ന് പറഞ്ഞു വിളിച്ചു പറയുമ്പോഴത്തേക്ക് അലീന ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ അതായത് ഇളയ ചെറുക്കൻ്റെ വായിക്കാത്തതുകൊണ്ട് ചോര വരുന്നുണ്ട്. ഉടനെ റോബിച്ച്, നീ കാരണം ഇത് ചെയ്തല്ലേ, നീ അല്ലടി എന്ന് പറയുമ്പോൾ, ഞാനൊന്നും അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറയുന്നുണ്ടല്ലോ, നീയാന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ റോബിച്ചിൻ്റെ കയ്യിൽ നിന്ന് ആ കൊച്ചിനെ ഇളയ ചെറുക്കനെ മേടിച്ച് അവൾ തോളത്ത് അതായത് അന്നെ കയറ്റി ഇരുത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മോനെ പോട്ടെ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നേരെ വന്ന് അടുക്കളയിൽ വന്നിട്ട് ഇച്ചിരി പഞ്ചസാരയൊക്കെ എടുത്ത് മാവിൽ വെച്ച് കൊടുത്തിട്ട് ഇച്ചിരി ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അവൾ ആൻറ്റി എന്നെ തള്ളിയിട്ട് അവളല്ല ഞാനാ തള്ളിയിട്ടെ എന്നെ. ആൻറ്റി അല്ല തള്ളിയിട്ട്, അവളല്ലേ തള്ളിയിട്ട്? ഇല്ല മോനെ, ഞാനാ തള്ളിയിട്ടെ, അറിയാമെന്ന് പറ്റിപ്പോയതാ, എന്ന് ക്ഷമിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആൻറ്റിയാണെ കുഴപ്പമില്ല എന്ന് പറയണേ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കൊച്ചിങ്ങനെ സോഫയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെ മൂത്ത പെങ്കൊച്ച്. ആ സമയത്ത് ചെന്നിട്ട് അലീന ഇവനെയും കൊണ്ട് ചെന്നിട്ട് നേരെ പോയി ഇരുന്നിട്ട്
വായിൽ പഞ്ചസാര ഇരിക്കുന്നത് പറഞ്ഞു പതുക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു മോനെ ചേച്ചിയെല്ലാം നിന്നെ തള്ളിയിട്ടത് ആൻറ്റിയാണ് തള്ളിയിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ മോളെ നടന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവനെ എന്നെ ഇടിച്ചിട്ട് പുറത്തിട്ട് ഇടിച്ചിട്ട് ഓടിയപ്പോഴത്തേക്ക് കട്ടളപ്പടി കൊണ്ടുത്ത അങ്ങനെ മുറിഞ്ഞത് ആൻറ്റി എന്ന് പറയുകയാണ്. അപ്പം മോനെ നീ മോൻ്റെ ഭാഗത്തിലെ തെറ്റ് ഒന്നൊന്ന് സോറി പറഞ്ഞേന്ന് പറയുമ്പോഴത്തേക്ക് സോറി പറയാനോ ഞാൻ എന്തിനു സോറി പറയുന്നത് ആൻറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ആൻറ്റി മോൻ കള്ളം പറഞ്ഞതല്ലേ ഞാനല്ലേ തള്ളിയിട്ടെ പിന്നെ എന്തിനാ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. അപ്പം അരീന ഈ കൈ എടുത്തിട്ട് നാവിന്മേൽ ഇങ്ങനെ വെച്ചിട്ട് നേരെ കൊണ്ട് മൂത്ത കൊച്ചിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചിട്ട് വേണ്ടേ പറഞ്ഞ കള്ളം തിരിച്ചെടുത്തിരിക്കുന്നു പിന്നെ ഒരു സോറി പറഞ്ഞേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ സോറിയും പറയും. അപ്പോൾ സോറി പറയും. പിന്നെ രണ്ടുപേരും ഇങ്ങനെ സോറി പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അലീനം ഇളയ കൊച്ചിൻ്റെ അതായത് ചെറുക്കൻ കൊച്ചിൻ്റെ കവിളത്തും നെറ്റിയിലൊക്കെ ഒരു ഉമ്മ കൊടുത്ത് വിടുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവൾ ആ മൂത്ത കൊച്ചിലെ ആളെണ്ണത്തോടെ എനിക്ക് ഒരു ഉമ്മ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോഴത്തേക്ക് അവൾക്ക് ഒരു ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിള്ളേരെ അങ്ങനെ ലാളിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് ആൻസി ഓടി ഒന്ന് നോക്കുന്നുണ്ട്. ആൻസി നോക്കുമ്പോഴത്തേക്ക് പിള്ളേർ നേരത്തെ അങ്ങനെ ഭയങ്കര അലമ്പൊക്കെ ആയിരുന്നു, ഭയങ്കര എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള അടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞു. പക്ഷേ ഇപ്പം തന്നെ ഭയങ്കര സൗമ്യത രീതിയിൽ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൻസിയുടെ പണി നോക്കി പോവുകയാണ്. അപ്പോഴത്തേക്ക് പിന്നെ പിള്ളേരെ പോയി കുളിപ്പിക്കുന്നു, ഡ്രസ്സൊക്കെ മാറ്റി കുളിപ്പിക്കും, തിരിച്ചു കൊടുത്തിട്ട് ഹോംവർക്കൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹോംവർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് ആൻറ്റി. അപ്പം ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ആൻസി വന്ന് നോക്കുമ്പോഴത്തേക്ക് പിള്ളേർ ഭയങ്കര രീതിയിൽ ഭയങ്കര പക്വതയോടെ ഇരിക്കുന്നു. അതായത് അല്ലെങ്കിൽ പിള്ളേർ വന്നിട്ട് കസേര വലിച്ചിട്ട് ടേബിളൊക്കെ കയറുന്ന ടി വി മേലെ കയറി ഇരിക്കുന്ന അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഓരോ പാത്രങ്ങൾ താഴെ തള്ളിയിട്ട് പൊട്ടിക്കുന്ന അത് ഇതാണ് ഭയങ്കര ബഹളമാണ്. ഇപ്പം തന്നെ അവൾ പറഞ്ഞത് അവളുടെ ഒരു കീഴിൽ നിൽക്കുന്ന ഒരവസ്ഥയാണല്ലോ എന്നുള്ളതിലൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നേരെ അലീനെ ചെല്ലുക. അല്ലെ ചെന്നിട്ട് അടുക്കള അവരുടെ കൂടെ ചെന്ന് കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുറത്തൊരു വണ്ടി വന്നിരിക്കുന്നത് അത് ആൽബർട്ടും ഔസേപ്പും കൂടെ ഔസേപ്പച്ചനും കൂടെ വന്നാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ ചെന്ന് ഇവരെ നേരെ സിറ്റോട്ടി വന്ന് കയറിയിട്ട് റോബിച്ചനെ വിളിച്ചിട്ട് നമുക്ക് മേലെ ഇരിക്കാന്ന് പറഞ്ഞ് നേരെ മേലെ ചെന്ന് ഇരുന്ന് ഇവളെ എങ്ങനെ തുരത്താം അല്ലെ എന്തിനാ ഇന്ന് വന്നേ എന്നുള്ളൊരു ചർച്ചയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു കുപ്പിയുടെ വക്കം പൊട്ടുന്നുണ്ട്. അതിൻ്റെ സിപ്പായിട്ട് നുണഞ്ഞിട്ട് പിന്നെ ഇറങ്ങി വരുവാണ്. ഒരു 7:30 8 മണിയാകുമ്പോൾ ഇറങ്ങി വന്നിട്ട് എല്ലാവരും ഡൈനിങ് ടേബിൾ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ സമയത്ത് ആ ഭാഗത്തേക്ക് നമ്മുടെ അലീന ചെല്ലുന്നേ ഇല്ല. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അവതക്കുട്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആദ്യം അതായത് ആൽബർട്ടിൻ്റെയും റോബിച്ചിൻ്റെയും ആൻസിയും എല്ലാം ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പിള്ളേരും അവതക്കുട്ടിയാക്കി ഇരിക്കുകയാണ്. അപ്പം അവതക്കുട്ടി വിളിക്കണം മക്കളെ എടി അലീനെ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ അലീന അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അലീന വന്നിട്ട് നീ ഇരിക്കുക എന്ന് പറഞ്ഞ് ഒരു കസേര വലിച്ചിട്ട് ഇത് കൊടുക്കുമ്പോഴത്തേക്ക് പറഞ്ഞത് അല്ലപ്പച്ച നിങ്ങൾ അപ്പച്ചൻ്റെ മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്, ഞാനിവിടെ ഇരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ അതുകൂടി പറയുന്നത് കേട്ടില്ലടാ, അവൾ ചോദിക്കുന്നതിന് മറുപടി ക്ലിയർ ആയിട്ടെന്ന് പറഞ്ഞു കൊടുത്തേ, അവൾക്ക് ഇവിടെ നിന്ന് കഴിക്കാനുള്ള യോഗ്യതയുണ്ടോ ഇല്ലേ പറഞ്ഞോണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ അവസ്ഥപ്പിച്ച് പറയുകയാണ്. അപ്പച്ചാ അവൾക്ക് ഇവിടെ നിന്ന് കഴിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. കാരണം ലാലിച്ചിനും ഉണ്ടായ ജാരസന്ധിക്കൊക്കെ ഒന്നും ഇവിടെ അന്ന് കയറുന്ന കഴിക്കേണ്ട അവകാശമൊന്നും ഇല്ല. അപ്പച്ചന് പണി നോക്ക് എന്ന് പറയാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത ആൽബർട്ട് പറയണേ അത് കേട്ടിട്ട് ആൽബർട്ട് ധൈര്യം വന്നു. ആൽബർട്ട് പറയണേ അതെ എന്തിനാ ഇവളെയൊക്കെ കയറ്റി ഇവിടെ ഇരുത്തുന്നത്, ഇവിടെ കയറി ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, ഇവളൊക്കെ ഇറക്കി വിട്, ഇവളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലൊരു അംഗമായിട്ട് നിന്നെ കരുതിയിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവസരിച്ചും അതുകുട്ടി പറയണേ ആർക്കും വേണം നിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്, ഈ ലോകത്ത് തെറ്റ് ചെയ്ത ആരാണ് ഉള്ളത്, എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് ചെയ്തതിന് ഒരു ഫലം മാത്രം ആ കൊച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 10-23 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത് അവൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നൊരവസ്ഥ. ഇന്ന് വരെ മറ്റാരും നീയോ നിൻ്റെ കുടുംബക്കാരോ ഒന്നും അനുഭവിക്കാൻ നിന്നെയൊക്കെ അത്ര രീതിയിൽ ഞാൻ വളർത്തിയത് കൊണ്ടാണ് നീയൊക്കെ ഈ ലെവലിൽ എത്തിയത്. എന്നിട്ട് നീയൊക്കെ ഈ കാശിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഉങ്ക് കാണിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിർത്തോ, അത് നടക്കത്തില്ല. അവൾക്ക് വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൾ ഇവിടുന്ന് കഴിക്കും, ഞാനാ പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നീ കഴിക്കടി മോളെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അലീന ഒരു പ്ലേറ്റിനകത്ത് ചോറെടുത്ത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കോർത്തിണക്കിയ ഒരു വിശേഷമാണ്. നാളെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. എല്ലാം ഓർത്തിണക്കിയ വിശേഷമാണ് ഇനി വരുന്ന ഒരു 2-3 ആഴ്ചകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.